നമസ്കാരം, ഞാൻ ഡോക്ടർ അമിത ഷെരീഫ്, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ദയ ജനറൽ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് എനിക്കൊരു പേഷ്യൻ്റ് വന്നത്. ഒരു ബ്രസ്റ്റ് ക്യാൻസർ സംബന്ധമായിട്ട് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റായിരുന്നു. കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വളരെ മോശം അവസ്ഥയിൽ പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിൽ വരികയുണ്ടായി. അപ്പോൾ നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും മറ്റും നോക്കിയപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സിൽ കൗണ്ടിൻ്റെ അംശം ഒരു എക്സ്പെക്റ്റഡ് കൗണ്ടിനേക്കാളും വളരെ കുറവാവുകയും അവരുടെ കിഡ്നി സംബന്ധമായിട്ടും ലിവർ സംബന്ധമായിട്ടുള്ള ഫങ്ഷൻസ് വളരെ മോശമായിട്ടും കാണപ്പെട്ടു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ടോക്സിസിറ്റി വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇവർ കീമോതെറാപ്പിയുടെ കൂടെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്, അതായത് ആയുർവേദമോ ഹോമിയോയോ നാച്ചുറോപ്പതിയോ അങ്ങനെ എന്തെങ്കിലും ചികിത്സ അതിൻ്റെ കൂടെ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അവരുടെ പേഷ്യൻസിനോടും ബൈസ്റ്റാൻഡേഴ്സിനോടും സംസാരിച്ചപ്പോൾ അതവർ സമ്മതിക്കുകയും അവരുടെ ഒരു അഭിപ്രായത്തിൽ ഇത് കീമോയുടെ കൂടെ വേറൊരു ശാസ്ത്രീയ മെഡിസിനും കൂടെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റ് കൂടുകയും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയല്ലേ വേണ്ടത് എന്നായിരുന്നു അവരുടെ തോട്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കീമോതെറാപ്പി എടുക്കുന്നതിനോടൊപ്പം മറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെ ചികിത്സകൾ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഒന്ന്, നമ്മൾ എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസേഴ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്ന കീമോതെറാപ്പി അതിൻ്റെ മെയിൻ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് ഫ്രീ റാഡിക്കൽ ഫോർമേഷനിലൂടെയാണ്. അപ്പോൾ നമ്മൾ മറ്റ് ആയുർവേദത്തിലായാലും ഹോമിയോയിലായാലും നാച്ചുറോപ്പതിയിലായാലും കൊടുക്കുന്ന മെഡിസിൻസ് പലപ്പോഴും അത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതായത് ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് മരുന്നുകൾ യൂഷ്വലി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇത് എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ മരുന്ന് കൊടുത്തത് ആ ഉദ്ദേശം നടക്കാതാവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. രണ്ടാമതായിട്ട് ഈ മേൽപ്പറഞ്ഞ പേഷ്യൻറ്റിനെ പോലെ അത് കിഡ്നിയെയും ലിവറിനെയും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഇപ്പം കിഡ്നിനെയും ലിവറിനെയും നമുക്കെല്ലാവർക്കും അറിയാം, കീമോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ മരുന്ന് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് കിഡ്നിയിലൂടെയും ലിവറിലൂടെയുമാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കാതെ വരികയും അതിൻ്റെ മരുന്നിൻ്റെ അളവ് ശരീരത്തിൽ വളരെ അധികം ഉണ്ടാവുകയും മജ്ജയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും കൗണ്ട് ക്രമാതീതമായിട്ട് കുറയുകയും അത് ഇൻഫെക്ഷനിലോട്ട് പോവുകയും അതുകൊണ്ട് തന്നെ അതൊരു മരണകാരണമായി മാറാനുള്ള സാധ്യതയും വളരെ അധികമാണ്. നാലാമതായിട്ട് നമ്മൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കുമ്പോൾ അതൊരു സ്ട്രക്ചേർഡ് പ്രോട്ടോക്കോളാണ്. അതായത് കീമോതെറാപ്പി എടുക്കുക, സർജറി ചെയ്യുക, റേഡിയേഷൻ എടുക്കുക, അതൊരു സ്ട്രക്ചേർഡ് പ്രോട്ടോക്കോളാണ്. അപ്പം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് ഡിലേ ചെയ്യും. അത് തന്നെ നമ്മുടെ ആ അസുഖത്തിൻ്റെ ഓവറോൾ പ്രോഗ്നോസിസിനെ അഫക്റ്റ് ചെയ്യുകയും അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ അലോപ്പതി അഥവാ മോഡേൺ മെഡിസിൻ ഉള്ളവർ ഒരു ശാസ്ത്രത്തിനും, അതായത് ആയുർവേദമായാലും നാച്ചുറോപ്പതി ആയാലും ഒരു ശാസ്ത്രത്തിനും എതിരല്ല. പലപ്പോഴും നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള മോശം അവസ്ഥയിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളൊരു കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കഴിയുന്നതും കീമോൻ്റെ കൂടെ എടുക്കാതിരിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്.